ജനാധിപത്യ മുന്നണി ആ മാർക്കറ്റിലുള്ള റബ്ബർ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തൽപരരല്ല. They are more than happy to have a relationship with big business, the same that Mr. Narendra Modi does. നരേന്ദ്രമോദി എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതുപോലത്തെ വലിയ വ്യവസായികളുമായി കുത്തകളുമായി ബന്ധം സ്ഥാപിക്കാനാണ് കേരളത്തിലെ ഇടതുപക്ഷം താല്പര്യപ്പെടുന്നത്. I have spoken in detail about how the Prime Minister has been compromised by Mr. Donald Trump. ഞാൻ പലപ്പോഴായിട്ട് യുഎസിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് എങ്ങനെയാണ് നരേന്ദ്രമോദി കീഴടങ്ങിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. Everybody knows that there are 3.5 million files, Epstein files, that are still locked up. എല്ലാവർക്കും അറിയാം ഏകദേശം 35 ലക്ഷത്തോളം എപ്സ്റ്റീൻ ഫയലുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. And everybody knows whose name is in those Epstein files. എല്ലാവർക്കും അറിയാം ആ എപ്സ്റ്റീൻ ഫയലിനകത്ത് ആരുടെ പേരാണ് ഉള്ളത് എന്ന് എല്ലാവർക്കും അറിയാം. Donald Trump publicly humiliates the Prime Minister of India. ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ പരസ്യമായി അധിക്ഷേപിക്കുകയാണ്. He publicly says that I can destroy Narendra Modi's career anytime I want. അദ്ദേഹം പരസ്യമായി പറയാണ് ഞാൻ വായ തുറന്നാൽ നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ജീവിതം തകർക്കാൻ സാധിക്കും എന്ന്. He is absolutely right. അദ്ദേഹം ശരിയാണ്, യാഥാർത്ഥ്യമാണ് അദ്ദേഹം പറയുന്നത്. Because he understands that the entire finances of the BJP are linked to Mr. Adani. അത് സത്യവുമാണ്. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ ബിജെപിയുടെ എല്ലാ ഫണ്ടും അവർക്ക് വരുന്ന പണത്തിന്റെ സ്രോതസ് മുഴുവൻ അദാനിയുമായി ബന്ധപ്പെട്ടാണ്. And if you go on the internet and you search, you will find that there is a case against Mr. Adani in the United States. നിങ്ങൾ ഈ വെബ്സൈറ്റിലേക്ക് പോയി ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കറിയാൻ കഴിയും യുഎസിൽ അദാനിക്കെതിരായിട്ടുള്ള കേസുകൾ നിലനിൽക്കുന്നുണ്ട്. The case is not targeting Mr. Adani, it is targeting Mr. Modi. ആ കേസ് അദാനിയെ ലക്ഷ്യം വെച്ചുള്ളതല്ല, മറിച്ച് നരേന്ദ്രമോദിയെ ലക്ഷ്യം വെച്ചുള്ള കേസുകളാണ്. I don't know if you know this or not, but Mr. Adani cannot enter America. നിങ്ങൾക്ക് അറിയുമോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ പാടില്ല. പക്ഷേ അദാനിക്ക് അമേരിക്കക്കകത്ത് പ്രവേശിക്കാൻ കഴിയില്ല. He does not travel anymore like he used to. അത് അദ്ദേഹം നേരത്തെ യാത്ര ചെയ്തിരുന്നത് പോലെ അമേരിക്കക്കകത്ത് ഇപ്പോൾ അദ്ദേഹം യാത്ര ചെയ്യുന്നില്ല. Because if he does, they will pick him up and take him to the United States. കാരണം അദ്ദേഹം അങ്ങനെ യാത്ര ചെയ്താൽ അദ്ദേഹത്തെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് യുഎസിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യമുണ്ട്. And you saw with your own eyes when I started raising this in Parliament, the Prime Minister got up and ran away from Parliament. നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. ഞാൻ ഈ വിഷയം ഇന്ത്യയുടെ പാർലമെന്റിൽ ഉന്നയിച്ചപ്പോൾ നരേന്ദ്രമോദി അവിടെ നിന്ന് പേടിച്ച് പിന്മാറി പോകുന്നത് കണ്ടതാണ്. After that, the BJP came up with the whole idea of how women MPs of the Congress party were going to attack the Prime Minister. Ridiculous, laughable idea. അത് കഴിഞ്ഞപ്പോൾ പരിഹാസ്യമായ വളരെ ഒരു അതിക്ഷേപകരമായിട്ടുള്ള ഒരു നിലപാടുമായിട്ട് ആ ബിജെപി വന്നു. ഇന്ത്യയിലെ പാർലമെന്റിലെ കോൺഗ്രസിന്റെ വനിതാ എംപിമാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന പരിഹാസ്യമായ ഒരു വാദവുമായി മുന്നോട്ട് വന്നു. The truth is that Narendra Modi is compromised by Donald Trump. അതിന്റെ സത്യം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഡൊണാൾഡ് ട്രംപിന് കീഴടങ്ങിയിരിക്കുകയാണ്. This is a unwritten truth, everybody knows it. ഇത് എല്ലാവർക്കും മനസ്സിലാവുന്ന സത്യമാണ്. And the same way Donald Trump controls Narendra Modi controls your chief minister. അത് എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത് അതേപോലെ തന്നെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ നരേന്ദ്രമോദി നിയന്ത്രിക്കുകയാണ്. The same way Narendra Modi is controlled by his corruption, by his financial system. Your chief minister is controlled by his corruption, his financial system. എങ്ങനെയാണോ നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ അഴിമതി കൊണ്ട് അദ്ദേഹത്തിന്റെ ഫണ്ടുകളുടെ ഇതുകൊണ്ട് അദ്ദേഹത്തെ നിയന്ത്രിക്കപ്പെടുന്നത് അതേപോലെ തന്നെ പിണറായി വിജയൻ നരേന്ദ്രമോദിയുടെ മുന്നിൽ അദ്ദേഹത്തിന്റെ അഴിമതി കൊണ്ടും അദ്ദേഹത്തിന്റെ ഫണ്ടിന്റെ സോഴ്സ് കൊണ്ടും നിയന്ത്രിക്കപ്പെടുകയാണ്. Just now when I was coming here, I was in the helicopter, I was looking down and I was noticing how close people's houses are in Kerala. ഞാനിപ്പോൾ വരുമ്പോൾ ഞാൻ ഹെലികോപ്റ്ററിൽ താഴത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കുകയായിരുന്നു എത്രമാത്രം അടുത്തടുത്താണ് കേരളത്തിലെ ജനങ്ങളുടെ വീടുകൾ നിലനിൽക്കുന്നത് എന്നുള്ളത്. And I was also noticing how beautiful the environment is, how green Kerala is. ഞാൻ ഒന്നുകൂടി നോക്കുകയായിരുന്നു എത്രമാത്രം ഭംഗിയോടുകൂടി എത്രമാത്രം പച്ചപ്പോട് കൂടിയ പ്രദേശമാണ് കേരളം എന്നുള്ളത്. Why? Because you value your environment. എന്തുകൊണ്ടാണ്? കാരണം നിങ്ങൾ നിങ്ങളുടെ പ്രകൃതിയെ നിങ്ങൾ അമൂല്യമായി സംരക്ഷിക്കുന്നു.
And the fact that you live so close together makes you tolerant. നിങ്ങളുടെ പ്രകൃതിയോടൊപ്പം ചേർന്ന് നിങ്ങൾ ജീവിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളിൽ സഹിഷ്ണുത ഉണ്ടാക്കുന്നത്. You understand the other person's ideas, the other person's perspective, the other person's views. നിങ്ങൾ മറ്റുള്ള മനുഷ്യരുടെ അവരുടെ കാഴ്ചകൾ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ മാനിക്കുന്നു. നിങ്ങൾ അവരുടെ അഭിപ്രായങ്ങളെ വിലമതിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് സഹവർത്തിത്വത്തോടു കൂടി ജീവിക്കുന്നു. Different communities, different religions, all living together. പല സമൂഹങ്ങൾ, പല മതങ്ങൾ, എല്ലാവരും ഒരുമിച്ച് ജീവിക്കുന്ന നാടാണ്. And you teach a lot to the rest of the country. നിങ്ങൾ ഈ രാജ്യത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നിങ്ങൾ അവരെ പഠിപ്പിക്കുക കൂടിയാണ്. You teach the rest of the country that it doesn't matter if the person in front of you has different ideas, you can still respect and love that person. നിങ്ങൾ രാജ്യത്തിന്റെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നിങ്ങൾ കൊടുക്കുന്ന സന്ദേശം മറ്റുള്ളവർക്ക്, നമ്മുടെ മുന്നിലുള്ളവർക്ക് വ്യത്യസ്തമായ ആശയങ്ങൾ ഉണ്ടാവാം, അഭിപ്രായങ്ങൾ ഉണ്ടാവാം, പക്ഷേ ഒരുമിച്ച് സ്നേഹത്തോടു കൂടി ജീവിക്കാൻ കഴിയും എന്ന സന്ദേശമാണ്. Disrespect, anger, hatred are not strengths. They are weaknesses. ബഹുമാനമില്ലായ്മ, ദേഷ്യം, അതുപോലെ തന്നെ വെറുപ്പ് അതൊരിക്കലും ശക്തിയല്ല, അതെല്ലാം ദൗർബല്യങ്ങളാണ്. Humility, love, respect are strengths. വിനയം, അതുപോലെ തന്നെ സഹവർത്തിത്വം, അതുപോലെ തന്നെ ഒരുമിച്ച് നിൽക്കുക, അത് ശക്തിയാണ്. As member of parliament of Wayanad, you taught me this. ഒരു വയനാടിലെ MP എന്ന നിലയിൽ നിങ്ങളാണ് എന്നെ ഇത് പഠിപ്പിച്ചത്. The people of Kerala showed me how they responded when tragedy struck them. കേരളത്തിലെ ജനങ്ങളാണ് എന്നെ പഠിപ്പിച്ചത് അവരെങ്ങനെയാണ് ഒരു ദുരന്തം വരുമ്പോൾ ഒരുമിച്ച് നിന്ന് അതിനെ നേരിടുന്നത് എന്നുള്ളത്. I saw with my own eyes all people, all religions coming together as one. ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് എല്ലാ സമൂഹത്തിലും പെട്ടവർ, എല്ലാ മതത്തിലും പെട്ടവർ ആ ദുരന്തങ്ങളിൽ ഒരുമിച്ച് വരുന്നത്. To defend each other. ഒരുമിച്ച് നിൽക്കുന്നത് ഞാൻ കണ്ടതാണ്. Now, just when I started this speech, I happened to look at this mic. ഞാൻ ഇവിടെ സംസാരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ ഈ മൈക്ക് നോക്കുവാൻ ഞാൻ ഇടയായി. And on this mic is written country of origin China. ഞാൻ ഈ മൈക്ക് നോക്കുമ്പോൾ ഇതിൽ മൈക്കിൽ എഴുതിയിരിക്കുന്നത് ഇത് ചൈനയിൽ നിർമ്മിതമാണ് എന്നാണ്. And I'm wondering why on this mic it is not written country of origin India, state of origin Kerala. ഞാൻ അത്ഭുതപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ മൈക്കിൽ ഇത് ഇന്ത്യയിൽ നിർമ്മിച്ചതാണ് എന്ന് എഴുതപ്പെടാത്തത്, എന്തുകൊണ്ടാണ് അത് കേരളത്തിലാണ് നിർമ്മിക്കുന്നത് എന്ന് പറയാത്തത്. How are the youngsters of Kerala expected to get a job if we do not have things made in India? ഈ കേരളത്തിൽ, ഈ ഇന്ത്യയിൽ നമ്മൾ അത്തരത്തിലുള്ള ഉൽപാദനത്തിന് നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ കേരളത്തിലെ യുവജനങ്ങൾക്ക് എങ്ങനെയാണ് തൊഴിലുകൾ ലഭിക്കുക? And how are we ever going to make things in Kerala if only one or two companies control the future of Kerala? ഈ കേരളത്തിന്റെ ഭാവിയെ ഒന്നോ രണ്ടോ കമ്പനികൾ മാത്രമാണ് നിയന്ത്രിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് അത്തരത്തിലുള്ള അവസരങ്ങൾ യുവജനങ്ങൾക്ക് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുക? Your chief minister and the prime minister are handing this country over to Adani and Ambani. നിങ്ങളുടെ മുഖ്യമന്ത്രിയും ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും ഈ രാജ്യത്തെയും ഇന്ത്യയും മുഴുവൻ അദാനിക്ക് വേണ്ടി കൈമാറാനായിട്ട് നോക്കുകയാണ്. And Adani and Ambani are not interested in giving jobs to the people of Kerala or the people of India. അദാനിയോ അംബാനിയോ ഈ കേരളത്തിലെ ജനങ്ങൾക്കോ ഇന്ത്യയിലെ ജനങ്ങൾക്കോ തൊഴിൽ നൽകാൻ തൽപരരല്ല. Kerala needs its small and medium businesses to be strengthened. കേരളത്തിന് അവരുടെ ചെറുകിട വ്യാപാരങ്ങളും വ്യവസായങ്ങളും ശാക്തീകരിക്കപ്പെടണം. Kerala needs its agricultural foundation to be strengthened. കേരളത്തിന് നമ്മുടെ കാർഷിക അടിസ്ഥാനങ്ങൾ, കാർഷിക രംഗത്തെ ഏറ്റവും അടിസ്ഥാനപരമായി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. Kerala needs connectivity and IT. കേരളത്തിന് IT വ്യവസായവും അതുപോലെ തന്നെ നമ്മുടെ കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട്. And Kerala needs protection for its people. കേരളത്തിന് അവരുടെ ജനങ്ങൾക്ക് സംരക്ഷണം ലഭിക്കേണ്ടതായിട്ടുണ്ട്. LDF has been in power for 10 years. കഴിഞ്ഞ 10 വർഷമായി LDF ആണ് കേരളം ഭരിക്കുന്നത്. They are taking away the strength of Kerala. അവർ കേരളത്തിന്റെ ശക്തിയെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. They are doing exactly what the BJP does. അവർ BJP ചെയ്യുന്നത് എന്താണോ അത് തന്നെയാണ് കേരളത്തിൽ LDF എന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. The UDF is going to give 5 guarantees to the people of Kerala. UDF കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി 5 ഗ്യാരണ്ടികൾ പ്രഖ്യാപിക്കുകയാണ്. The UDF is going to give compensation to the rubber workers, rubber industry. UDF ഈ നാട്ടിലെ റബ്ബർ തൊഴിലാളികൾക്ക് അവർക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. So I'll read out the UDF's guarantees, which are protection
for the people of Kerala. ഞാൻ ഇവിടെ UDF നൽകുന്ന ഗ്യാരണ്ടികൾ ഞാൻ ഇവിടെ വായിക്കാൻ ആഗ്രഹിക്കുകയാണ്. അത് ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ഗ്യാരണ്ടികളാണ്. I'm seeing quite a few ladies in the crowd. ഞാൻ ഇവിടെ ഇരിക്കുന്നവരിൽ കുറേയധികം സ്ത്രീകളെ കാണുന്നുണ്ട്. The first guarantee that we are going to give is all these ladies will travel for free in buses in Kerala. ആദ്യമായിട്ട് നമ്മൾ നൽകുന്ന ഗ്യാരണ്ടി ഈ ഇരിക്കുന്ന സ്ത്രീകൾക്ക് കേരളത്തിൽ KSRTC ബസ്സുകളിൽ സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സൗകര്യം. The second guarantee is 1,000 rupees a month for college going girls of Kerala. Every single college going girl. നമ്മുടെ രണ്ടാമത്തെ ഗ്യാരണ്ടി കോളേജിൽ പഠിക്കുന്ന നമ്മുടെ പ്രിയങ്കരെ പെൺകുട്ടികൾക്ക് എല്ലാ മാസവും 1000 രൂപ അവർക്ക് നൽകും എന്ന് പ്രഖ്യാപിക്കുന്നു. Now I can see quite a few people, older people here as well. എനിക്ക് ഇവിടെ മുതിർന്നവരായിട്ട് ഒത്തിരി പേരെയും കാണാൻ സാധിക്കുന്നുണ്ട്. We are going to increase their welfare pension to 3,000 rupees a month. നമ്മൾ അവരുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്ന് ഉറപ്പ് നൽകുകയാണ്. We are going to start a new health insurance scheme that is going to give each family 25 lakh rupees of health care when required. നമ്മൾ പുതിയ ഒരു ആരോഗ്യ സംരക്ഷണ ഇൻഷുറൻസ് പദ്ധതി നമ്മൾ രൂപീകരിക്കുകയാണ്. ഒരു കുടുംബത്തിന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന്റെ സംരക്ഷണം അവർക്ക് ലഭിക്കുമെന്ന് ഉറപ്പ് നൽകുന്നു. The health insurance scheme is going to transform. क्या हो गया? Sugar problem है. Some sugar. Given. Oh, it's okay. Okay. पानी दे दो ना. Yeah. So sorry for that interruption. The gentleman was not feeling well. തടസ്സമുണ്ടായതിൽ ഖേദിക്കുന്നു. ഒരു ആള് ഇവിടെ സുഖമില്ലാതെ ഒരവസ്ഥ ഉണ്ടായതുകൊണ്ടാണ്. So the health insurance scheme is going to transform the healthcare industry of Kerala. അതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണ ആരോഗ്യ ഇൻഷുറൻസ് കേരളത്തിലെ ആരോഗ്യ രംഗത്തെ തന്നെ പരിവർത്തനം ചെയ്യുന്ന ഒന്നായി മാറാൻ പോവുകയാണ്. Huge money is going to be injected into the healthcare system, and we will need new doctors and new nurses, and we'll be able to support them. നമ്മുടെ ആരോഗ്യ രംഗത്തേക്ക് വലിയ തോതിലുള്ള നിക്ഷേപത്തിന് വഴിയൊരുക്കുകയാണ്. നമുക്ക് പുതിയതായി ഡോക്ടർമാർ, ആരോഗ്യ പ്രവർത്തകർ എല്ലാം നമുക്ക് ആരോഗ്യ രംഗത്ത് വേണ്ടി വരും. For youngsters, we are going to give them 5 lakh rupees interest-free loan to start their businesses. നമ്മുടെ ഇവിടുത്തെ യുവജനങ്ങൾക്ക് അവർക്ക് 5 ലക്ഷം രൂപ പലിശരഹിതമായിട്ടുള്ള വായ്പ അവർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് വേണ്ടി അവർക്ക് നൽകുമെന്ന് നമ്മൾ ഉറപ്പ് നൽകുകയാണ്. And we are going to have a new ministry for senior citizens. അതുപോലെ തന്നെ നമ്മുടെ വൃദ്ധരായ ജനങ്ങൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക് അവർക്ക്